പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ വളരെ റോയൽ സ്റ്റുഡൻ്റാണ്. നിങ്ങൾക്ക് അച്ഛൻ്റെയും ടീച്ചറിൻ്റെയും സദ്ഗുരുവിൻ്റെയും ഓർമ്മയിലിരിക്കണം. അലൗകിക സേവനം ചെയ്യണം. ചോദ്യം: ആരാണോ സ്വയം പരിധിയില്ലാത്ത പാട്ടുധാരിയായി മനസ്സിലാക്കി നടക്കുന്നത് അവരുടെ അടയാളങ്ങൾ കേൾപ്പിക്കൂ. ഉത്തരം: അവരുടെ ബുദ്ധിയിൽ ഏതെങ്കിലും സൂക്ഷ്മമോ സ്ഥൂലമോ ആയ ദേഹധാരിയുടെ ഓർമ്മയുണ്ടാകില്ല. അവർ ഒരു ബാബയെയും ശാന്തിധാമം ആകുന്ന വീടിനെയും ഓർമ്മിച്ചുകൊണ്ടിരിക്കും. കാരണം ബലിയർപ്പണം ഒന്നിൻ്റേതാണ്. ഏതുപോലെ ബാബ മുഴുവൻ ലോകത്തിൻ്റെയും സേവനം ചെയ്യുന്നു, പതീതരെ പാവനമാക്കി മാറ്റുന്നു, അതുപോലെ കുട്ടികളും ബാബയ്ക്ക് സമാനം സേവകരായി മാറുന്നു. ഓം ശാന്തി. ആദ്യം ബാബ കുട്ടികൾക്ക് ജാഗ്രത നൽകുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കിയാണ് ബാബയുടെ മുന്നിലിരിക്കുന്നത്. ഇതും ബുദ്ധിയിൽ കൊണ്ടുവരൂ. നമ്മൾ അച്ഛൻ്റെ മുന്നിലും ഇരിക്കുന്നു, ടീച്ചറിൻ്റെ മുന്നിലും ഇരിക്കുന്നു. നമ്പർ 1 കാര്യമാണ്, ഞാൻ ആത്മാവാണ്. അച്ഛനും ആത്മാവാണ്, ടീച്ചറും ആത്മാവാണ്, ഗുരുവും ആത്മാവാണ്. ഒന്ന് തന്നെയാണല്ലോ. ഇത് പുതിയ കാര്യമാണ് നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങൾ പറയും, ബാബ, നമ്മൾ കൽപ്പകൽപ്പങ്ങളായി ഇത് കേൾക്കുന്നു. അപ്പോൾ ബുദ്ധിയിൽ ഇത് ഓർമ്മയുണ്ടായിരിക്കട്ടെ. ബാബയാണ് പഠിപ്പിക്കുന്നത്. ഞാൻ ആത്മാവ് ഈ ഓർഗൻസിലൂടെ കേൾക്കുന്നു. ഈ ജ്ഞാനം ഈ സമയത്താണ് നിങ്ങൾ കുട്ടികൾക്ക് ലഭിക്കുന്നത്, ഉയർന്നതിലും ഉയർന്ന ഭഗവാനിലൂടെ. ആ ഒന്ന് സർവ ആത്മാക്കളുടെയും പിതാവാണ്. ആ ഒന്ന് സമ്പത്ത് നൽകുന്നു. എന്ത് ജ്ഞാനമാണ് നൽകുന്നത്? സർവരുടെയും സദ്ഗതി ചെയ്യുന്നു. അതായത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. എത്ര പേരെ കൊണ്ടുപോകും? ഇതെല്ലാം നിങ്ങൾക്കറിയാം. കൊതുകിൻ കൂട്ടം പോലെ എല്ലാ ആത്മാക്കൾക്കും പോകണം. സത്യയുഗത്തിൽ ഒരേ ഒരു ധർമ്മമാണ്. പവിത്രത, സുഖം, ശാന്തി എല്ലാം ഉണ്ടായിരിക്കും. കുട്ടികളായ നിങ്ങൾക്ക് ചിത്രം വെച്ച് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് വളരെ സഹജമാണ്. കുട്ടികളും മാപ്പ് ഉപയോഗിച്ചാണല്ലോ മനസ്സിലാക്കുന്നത്. ഇത് ഇംഗ്ലണ്ടാണ്, ഇന്നതാണ് എന്ന്. പിന്നെ അത് ഓർമ്മ വരുന്നു. ഇതും അങ്ങനെ തന്നെ. ഓരോരോ സ്റ്റുഡൻറ്റിനും മനസ്സിലാക്കിച്ചു കൊടുക്കണം. മഹിമയും ഒന്നിനാണ്. ശിവായ നമഃ. ഉയർന്നതിലും ഉയർന്ന ഭഗവാനാണ്. രചയിതാവായ പിതാവ് വീട്ടിലെ മുതിർന്ന ആളാണല്ലോ. അത് പരിധിയുള്ളതാണ്. ഇതാകട്ടെ മുഴുവൻ പരിധിയില്ലാത്ത വീടിൻ്റെയും പിതാവാണ്. ഇത് ടീച്ചറുമാണ്, നിങ്ങളെ പഠിപ്പിക്കുന്നു. അതിനാൽ നിങ്ങൾ കുട്ടികൾക്ക് വളരെയധികം സന്തോഷമുണ്ടായിരിക്കേണ്ടതാണ്. നിങ്ങൾ സ്റ്റുഡൻറ്റും റോയലാണ്. ബാബ പറയുന്നു, ഞാൻ സാധാരണ ശരീരത്തിൽ വരുന്നു. പ്രജാപിത ബ്രഹ്മാവും തീർച്ചയായും ഇവിടെയാണ് വേണ്ടത്. ബ്രഹ്മാവില്ലാതെ കാര്യം എങ്ങനെ നടക്കും? അതും തീർച്ചയായും മുതിർന്ന ആൾ തന്നെയാണ് ആവശ്യം. കാരണം അഡോപ്റ്റഡ് ആണല്ലോ. അപ്പോൾ വൃദ്ധൻ വേണം. കൃഷ്ണനാകട്ടെ കുട്ടികളെ എന്ന് പറയുവാൻ സാധിക്കില്ല. മുതിർന്നയാളാണ് ശോഭിക്കുന്നത്. കുട്ടികളെ ആരും ബാബ എന്ന് പറയില്ല. കുട്ടികളായ നിങ്ങൾക്കും ബുദ്ധിയിൽ ഇത് വരണം. നമ്മൾ ആരുടെ മുന്നിലാണ് ഇരിക്കുന്നത്? ഉള്ളിൽ സന്തോഷവും ഉണ്ടാകേണ്ടതാണ്. സ്റ്റുഡൻറ് എവിടെ ഇരുന്നാലും അവരുടെ ബുദ്ധിയിൽ അച്ഛൻ്റെയും ഓർമ്മ വരുന്നു, ടീച്ചറിൻ്റെയും ഓർമ്മ വരുന്നു. അവർക്കാണെങ്കിൽ അച്ഛൻ വേറെ, ടീച്ചർ വേറെ ആകുന്നു. നിങ്ങൾക്കാണെങ്കിൽ ഒരേ ഒരു അച്ഛനും ടീച്ചറും ഗുരുവുമാണ് ഉള്ളത്. ഈ ബാബയും സ്റ്റുഡൻ്റാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്നു. കേവലം ലോണായി രഥം നൽകിയിരിക്കുന്നു. മറ്റൊരു വ്യത്യാസവുമില്ല. ബാക്കി നിങ്ങളെ പോലെ തന്നെ. എന്താണോ നിങ്ങൾ മനസ്സിലാക്കുന്നത് അതുതന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ആത്മാവും മനസ്സിലാക്കുന്നത്. ബലിഹാരി ഒന്നിൻ്റേത് മാത്രമാണ്. ആ ഒന്നിനെയാണ് പ്രഭുവെന്നും ഈശ്വരനെന്നും പറയുന്നത്. ഇദ്ദേഹവും പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ഒരു പരമാത്മാവിനെ ഓർമ്മിക്കൂ.
ബാക്കി എല്ലാ സൂക്ഷ്മമോ സ്ഥൂലമോ ആയ ദേഹധാരികളെ മറക്കൂ. നിങ്ങൾ ശാന്തിധാം നിവാസികളാണ്. നിങ്ങൾ പരിധിയില്ലാത്ത പാത്രധാരിയാണ്. ഈ കാര്യങ്ങൾ മറ്റാരും അറിയുന്നില്ല. മുഴുവൻ ലോകത്തിലും മറ്റാർക്കും തന്നെ അറിയില്ല. ഇവിടെ ആര് വരുന്നോ അവരാണ് മനസ്സിലാക്കുന്നത്. ബാബയുടെ സേവനത്തിലും വന്നുകൊണ്ടിരിക്കുന്നു. ഈശ്വരീയ സേവകരാണല്ലോ. ബാബയും വന്നിരിക്കുന്നത് സേവനം ചെയ്യുവാനാണ്. പതീതരെ പാവനമാക്കുന്നതിൻ്റെ സേവനം ചെയ്യുന്നു. രാജ്യം പാഴാക്കി പിന്നെ എപ്പോൾ ദുഃഖിതരാകുന്നു അപ്പോൾ ബാബയെ വിളിക്കുന്നു. ആര് രാജ്യം നൽകിയോ ആ ആളെ തന്നെയായിരിക്കും വിളിക്കുക. നിങ്ങൾ കുട്ടികൾക്കറിയാം, ബാബ സുഖധാമത്തിന്റെ അധികാരിയാക്കുവാൻ വന്നിരിക്കുന്നു. ലോകത്തിൽ ഇത് ആർക്കും അറിയില്ല. എല്ലാ ഭാരതവാസികളും ഒരു ധർമ്മത്തിലേതാണ്. ഇത് തന്നെയാണ് മുഖ്യമായ ധർമ്മം. അതും തീർച്ചയായും എപ്പോഴാണോ ഇല്ലാതിരിക്കുന്നത് അപ്പോൾ ബാബ വന്ന് സ്ഥാപിക്കുന്നു. കുട്ടികൾ മനസ്സിലാക്കുന്നു, ആരെയാണോ മുഴുവൻ ലോകവും അള്ളാഹു എന്നും ഗോഡ് എന്നും പറഞ്ഞ് വിളിക്കുന്നത്, ആ ഒന്ന് ഇവിടെ ഡ്രാമ അനുസരിച്ച് കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ വന്നിരിക്കുന്നു. ഇതാണ് ഗീതയുടെ എപ്പിസോഡ്. ഇതിൽ ബാബ വന്ന് സ്ഥാപന ചെയ്യുന്നു. ബ്രാഹ്മണരും ദേവീ ദേവന്മാരും എന്ന് മഹിമ ചെയ്യപ്പെടുന്നുണ്ട്. ക്ഷത്രിയൻ എന്ന് പറയുന്നില്ല. ബ്രാഹ്മണ ദേവീ ദേവതായ നമഃ എന്നാണ് പറയുന്നത്. കാരണം ക്ഷത്രിയരാണെങ്കിൽ പിന്നെ 2 കല കുറഞ്ഞു പോയല്ലോ. സ്വർഗം എന്ന് പറയുന്നത് തന്നെ പുതിയ ലോകത്തെയാണ്. ത്രേതായെ പുതിയ ലോകം എന്ന് പറയില്ല. ആദ്യം സത്യയുഗത്തിലുള്ളതാണ് പൂർണ്ണമായും പുതിയ ലോകം. ഇത് പഴയതിലും പഴയ ലോകമാണ്. പിന്നെ പുതിയതിലും പുതിയ ലോകത്തിലേക്ക് പോകും. നമ്മൾ ഇപ്പോൾ ആ ലോകത്തിലേക്ക് പോകുന്നു. അപ്പോഴാണ് കുട്ടികൾ പറയുന്നത്, നമ്മൾ നരനിൽ നിന്നും നാരായണനാകുന്നു എന്ന്. കഥയും നമ്മൾ സത്യനാരായണൻ്റെതാണ് കേൾക്കുന്നത്. പ്രിൻസ് ആകുവാനുള്ള കഥ എന്ന് പറയുന്നില്ല, സത്യനാരായണന്റെ കഥയാണ്. അവർ നാരായണനെ വേറെയായി മനസ്സിലാക്കുന്നു. എന്നാൽ നാരായണന്റെ ജീവിത കഥയൊന്നുമില്ല. ജ്ഞാനത്തിന്റെ കാര്യങ്ങളാണെങ്കിൽ വളരെയധികമുണ്ട്. അതിനാൽ 7 ദിവസങ്ങൾ നൽകുന്നത്. 7 ദിവസത്തെ ഭട്ടിയിൽ ഇരിക്കേണ്ടി വരും. എന്നാൽ ഇവിടെയാണ് ഭട്ടിയിൽ ഇരിക്കേണ്ടത് എന്നല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഭട്ടിയുടെ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് വളരെ പേർ വരുമായിരുന്നു. പഠനം രാവിലെയും വൈകുന്നേരവുമാണ് ഉള്ളത്. ഉച്ചയ്ക്കുള്ള വായുമണ്ഡലം നല്ലതല്ല. രാത്രിയിലും 10 മുതൽ 12 വരെ തികച്ചും മോശമായ സമയമാണ്. ഇവിടെ നിങ്ങൾ കുട്ടികൾക്കും ഓർമ്മയിലിരുന്ന് സദോ പ്രധാനമാകുന്നതിൻ്റെ പ്രയത്നം ചെയ്യണം. അവിടെയാണെങ്കിൽ മുഴുവൻ ദിവസവും ജോലി കാര്യങ്ങളിൽ ഇരിക്കുന്നു. ഇങ്ങനെയും വളരെ പേരുണ്ട്. അവർ തൊഴിലും ചെയ്യുന്നു, പിന്നെ പഠിക്കുകയും ചെയ്യുന്നു. കൂടുതൽ നല്ല ജോലിക്ക് വേണ്ടി ഇവിടെയും നിങ്ങൾ പഠിക്കുകയാണ്. അപ്പോൾ പഠിപ്പിക്കുന്ന ടീച്ചറിനെ ഓർമ്മിക്കേണ്ടി വരും. ശരി, ടീച്ചർ എന്ന് മനസ്സിലാക്കി തന്നെ ഓർമ്മിക്കൂ. എങ്കിലും 3ഉം ഒരുമിച്ച് ഓർമ്മ വരുന്നു. അച്ഛൻ, ടീച്ചർ, ഗുരു. നിങ്ങൾക്ക് വളരെ സഹജമാണ്. അപ്പോൾ ഉടനെ ഓർമ്മ വരേണ്ടതാണ്. ഇത് നമ്മുടെ ബാബയുമാണ്, ടീച്ചറും ഗുരുവുമാണ്. ഉയർന്നതിലും ഉയർന്ന ബാബയാണ്. ബാബയിലൂടെ നമ്മൾ സ്വർഗത്തിൻ്റെ സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ സ്വർഗത്തിലേക്ക് തീർച്ചയായും പോകും. സ്വർഗത്തിൻ്റെ സ്ഥാപന തീർച്ചയായും നടക്കേണ്ടതുണ്ട്. നിങ്ങൾ ഉയർന്ന പദവി നേടുന്നതിന് വേണ്ടി കേവലം പുരുഷാർത്ഥം ചെയ്യുന്നു. ഇതും നിങ്ങൾ അറിയുന്നു. മനുഷ്യരും അറിയും. നിങ്ങളുടെ ശബ്ദം വ്യാപിച്ചുകൊണ്ടിരിക്കും. ബ്രാഹ്മണരായ നിങ്ങളുടേത് അലൗകിക ധർമ്മമാണ്. ശ്രീമത്ത് അനുസരിച്ച് അലൗകിക സേവനത്തിൽ തൽപരരായിരിക്കണം. ഇതും മനുഷ്യർക്ക് മനസ്സിലാകും. നിങ്ങൾ ശ്രീമത്ത് അനുസരിച്ച് എത്ര ഉയർന്ന കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളെപ്പോലെ അലൗകിക സർവീസ് മറ്റാർക്കും ചെയ്യുവാൻ സാധിക്കില്ല. നിങ്ങൾ ബ്രാഹ്മണ ധർമ്മത്തിലുള്ളവർ തന്നെയാണ് ഇങ്ങനെയുള്ള കർമ്മം ചെയ്യുന്നത്. അതിനാൽ ഇങ്ങനെയുള്ള കർമ്മത്തിൽ മുഴുകേണ്ടതാണ്. ഇതിൽ തന്നെ ബിസിയായിരിക്കേണ്ടതാണ്. ബാബയും ബിസിയായിരിക്കുന്നുവല്ലോ. നിങ്ങൾ രാജധാനി സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ്.
അവരാണെങ്കിൽ പഞ്ചായത്ത് കൂടി കേവലം പാലന ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിങ്ങൾ ഗുപ്തവേഷത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഇൻകോഗ്നിറ്റോ, അൺനോൺ വാരിയേഴ്സ്, നോൺ വയലൻസ് ആയവരാണ്. അതായത് ഗുപ്തമാണ്, യോദ്ധാക്കളാണ്, അഹിംസകരാണ്. ഇതിന്റെ അർത്ഥവും ആരും മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ ഡബിൾ അഹിംസക സേനയാണ്. വലിയ ഹിംസയാകട്ടെ ഈ വികാരത്തിൻ്റെതാണ്. അത് പതീതമാക്കി മാറ്റുന്നു. ഇതിനെയാണ് ജയിക്കേണ്ടത്. ഭഗവാൻ വാച, കാമം മഹാശത്രുവാണ്. ഇതിൻ്റെ മേൽ ജയം നേടുന്നതിലൂടെ നിങ്ങൾ ജഗത് ജീത്താകും. ഈ ലക്ഷ്മി നാരായണന്മാർ ജഗത് ജീത്ത് ആണല്ലോ. ഭാരതം ജഗത് ജീത്ത് ആയിരുന്നു. ഇവർ എങ്ങനെയാണ് വിശ്വത്തിൻ്റെ അധികാരിയായത്? ഇതും പുറത്തുള്ളവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ഇത് മനസ്സിലാക്കുന്നതിന് ബുദ്ധി വളരെ വിശാലമായിരിക്കണം. വലിയ വലിയ പരീക്ഷ പഠിക്കുന്നവർക്ക് വിശാല ബുദ്ധി ഉണ്ടായിരിക്കുന്നുവല്ലോ. നിങ്ങൾ ശ്രീമത്തിലൂടെ തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നു. നിങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും, വിശ്വത്തിൽ ശാന്തി ഉണ്ടായിരുന്നുവല്ലോ. മറ്റൊരു രാജ്യവും ഉണ്ടായിരുന്നില്ല. സ്വർഗത്തിൽ അശാന്തി ഉണ്ടായിരിക്കുക സാധ്യമല്ല. സ്വർഗത്തെ പറയുന്നത് തന്നെ ഗാർഡൻ ഓഫ് അള്ളാഹ് എന്നാണ്. ഗാർഡൻ മാത്രമല്ല ഉണ്ടായിരിക്കുന്നത്, മനുഷ്യരും വേണമല്ലോ. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം, നമ്മൾ സ്വർഗത്തിൻ്റെ അധികാരിയായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ കുട്ടികൾക്ക് എത്ര ലഹരി ഉണ്ടായിരിക്കണം? ഉയർന്ന ചിന്തകളും ഉണ്ടായിരിക്കേണ്ടതാണ്. നിങ്ങൾ പുറമേയുള്ള ഒരു സുഖവും ആഗ്രഹിക്കുന്നില്ല. ഈ സമയം നിങ്ങൾക്ക് തികച്ചും സിമ്പിൾ ആയിരിക്കണം. ഇപ്പോൾ നിങ്ങൾ അമ്മായി അച്ഛൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇത് പിതാവിൻ്റെ വീടാണ്. ഇവിടെ നിങ്ങൾക്ക് ഡബിൾ പിതാക്കൾ ലഭിച്ചിരിക്കുന്നു. ഒന്ന് നിരാകാരം, ഉയർന്നതിലും ഉയർന്നത്. രണ്ടാമത്തേത് സാകാരം, അതും ഉയർന്നതിലും ഉയർന്നതാണ്. ഇപ്പോൾ നിങ്ങൾ അമ്മായി അച്ഛൻ്റെ വീടായ വിഷ്ണുപുരിയിലേക്ക് പോകുന്നു. അതിനെ കൃഷ്ണപുരി എന്ന് പറയില്ല. കുട്ടിയുടെ പുരി ഉണ്ടായിരിക്കുകയില്ല. വിഷ്ണുപുരി എന്നാൽ ലക്ഷ്മി നാരായണന്റെ പുരി. നിങ്ങളുടേത് രാജയോഗമാണ്. അപ്പോൾ തീർച്ചയായും നരനിൽ നിന്നും നാരായണനാകും. കുട്ടികളായ നിങ്ങൾ സത്യമായ ഈശ്വരീയ സേവകരാണ്. ബാബ സത്യമായ ഈശ്വരീയ സേവകർ എന്ന് പറയുന്നത് ആരാണോ ഏറ്റവും കുറഞ്ഞത് 8 മണിക്കൂർ ആത്മാഭിമാനിയായി ഇരിക്കുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യുന്നത് അവരെയാണ്. ഒരു കർമ്മബന്ധനവും ഉണ്ടായിരിക്കരുത്. അപ്പോൾ സേവകരാകുവാൻ സാധിക്കുന്നു. കർമാതീത അവസ്ഥയും ഉണ്ടാകുവാൻ സാധിക്കുന്നു. നരനിൽ നിന്നും നാരായണനാകണമെങ്കിൽ കർമാതീത അവസ്ഥ തീർച്ചയായും ആവശ്യമാണ്. കർമ്മബന്ധനം ഉണ്ടായിരിക്കുമെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. കുട്ടികൾ സ്വയം മനസ്സിലാക്കുന്നുണ്ട്. ഓർമ്മയുടെ പ്രയത്നം വളരെ കടുത്തതാണ്. യുക്തി വളരെ സഹജമാണ്. കേവലം ബാബയെ ഓർമ്മിക്കണം. ഭാരതത്തിൻ്റെ പ്രാചീന യോഗം പ്രസിദ്ധമാണ്. യോഗത്തിന് വേണ്ടിയാണ് ജ്ഞാനം. അത് ബാബ വന്ന് പഠിപ്പിക്കുന്നു. ശ്രീകൃഷ്ണൻ യോഗമൊന്നും പഠിപ്പിക്കുന്നില്ല. ശ്രീകൃഷ്ണന് സുദർശന ചക്രം നൽകിയിരിക്കുന്നു. ആ ചിത്രവും എത്ര തെറ്റാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ചിത്രമോ മറ്റോ ഓർമ്മിക്കേണ്ടതില്ല. സർവ്വതും മറക്കണം. ആരിലും ബുദ്ധി പോകരുത്. ലൈൻ ക്ലിയർ ആയിരിക്കണം. ഇത് പഠിക്കുവാനുള്ള സമയമാണ്. ലോകത്തെ മറന്ന് സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. അപ്പോഴാണ് പാപം നശിക്കുന്നത്. ബാബ പറയുന്നു, ആദ്യം നിങ്ങൾ അശരീരിയായി വന്നിരുന്നു, പിന്നെ നിങ്ങൾക്ക് പോകേണ്ടതുണ്ട്. നിങ്ങൾ ഓൾറൗണ്ടറാണ്. അവരാകട്ടെ പരിധിയുള്ള ആക്ടേഴ്സാണ്. നിങ്ങൾ പരിധിയില്ലാത്തതാണ്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മൾ അനേകം തവണ പാർട്ട് അഭിനയിച്ചു. അനേകം തവണ നിങ്ങൾ പരിധിയില്ലാത്ത അധികാരിയാകുന്നു. ഈ പരിധിയില്ലാത്ത നാടകത്തിൽ പിന്നെ ചെറിയ ചെറിയ നാടകങ്ങളും അനേകം തവണ നടക്കുന്നു. സത്യയുഗം മുതൽ കലിയുഗം വരെ എന്തെല്ലാം ഉണ്ടായോ അത് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. മുകളിൽ നിന്നും അവസാനം വരെയും നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്.
മൂലവതനം, സൂക്ഷ്മവതനം, സൃഷ്ടിയുടെ ചക്രം. ഇത്രമാത്രം. മറ്റൊരു ധാമവുമായി നിങ്ങൾക്ക് ഒരു കാര്യവുമില്ല. നിങ്ങളുടെ ധർമ്മം വളരെയധികം സുഖം നൽകുന്ന ഒന്നാണ്. അവരുടെ സമയമാകുമ്പോൾ അവർ വരും. നമ്പർ വാറായി എങ്ങനെ വന്നുവോ അതേപോലെ തന്നെ പിന്നീട് പോകും. നമ്മൾ മറ്റു ധർമ്മങ്ങളുടെ എന്ത് വർണ്ണന ചെയ്യുവാനാണ്? നിങ്ങൾക്കാകട്ടെ കേവലം ഒരു ബാബയുടെ തന്നെ ഓർമ്മയുണ്ടായിരിക്കണം. ചിത്രങ്ങൾ ആദിയായവ എല്ലാം മറന്ന് ഒരു ബാബയെ ഓർമ്മിക്കണം. ബ്രഹ്മ, വിഷ്ണു, ശങ്കറിനെയും പാടില്ല, ഒന്നിനെ മാത്രം. അവർ പരമാത്മാവ് ലിംഗമാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ലിംഗ സമാനം ഏതെങ്കിലും വസ്തു ഉണ്ടാവുക സാധ്യമല്ല. ആ ഒന്ന് എങ്ങനെ ജ്ഞാനം കേൾപ്പിക്കും? പ്രേരണയിലൂടെയോ ഏതെങ്കിലും ലൗഡ് സ്പീക്കർ വയ്ക്കുകയോ ചെയ്യുമോ നിങ്ങൾക്ക് കേൾക്കുവാനായി? പ്രേരണയിലൂടെ ഒന്നും നടക്കില്ല. ശങ്കറിനെ പ്രേരിപ്പിക്കുന്നതൊന്നുമില്ല. ഇതെല്ലാം ഡ്രാമയിൽ മുൻകൂട്ടി തന്നെ അടങ്ങിയിട്ടുള്ളതാണ്. വിനാശം സംഭവിക്കുക തന്നെ വേണം. ഏതുപോലെയാണോ നിങ്ങൾ ആത്മാക്കൾ ശരീരത്തിലൂടെ സംസാരിക്കുന്നു, അതേപോലെ പരമാത്മാവും നിങ്ങൾ കുട്ടികളോട് സംസാരിക്കുന്നു. ആ ഒന്നിൻ്റെ പാർട്ട് തന്നെ ദിവ്യവും അലൗകികവുമാണ്. പതീതരെ പാവനമാക്കി മാറ്റുന്നത് ഒരേ ഒരു ബാബയാണ്. പറയുന്നു, എൻ്റെ പാർട്ട് എല്ലാത്തിൽ നിന്നും വേറിട്ടതാണ്. കഴിഞ്ഞ കൽപ്പത്തിൽ ആര് വന്നിട്ടുണ്ടാകുമോ അവർ വന്നുകൊണ്ടിരിക്കും. എന്തെല്ലാം പാസ്റ്റായോ അത് ഡ്രാമ. ഇതിൽ അല്പം പോലും വ്യത്യാസമില്ല. പിന്നെ പുരുഷാർത്ഥത്തിൻ്റെ ചിന്ത വയ്ക്കേണ്ടതുണ്ട്. ഡ്രാമ അനുസരിച്ച് നമ്മുടേത് കുറഞ്ഞ പുരുഷാർത്ഥമാണ് നടക്കുന്നത് എന്നത് പാടില്ല. എങ്കിൽ പിന്നെ പദവിയും വളരെ കുറഞ്ഞതായി പോകും. പുരുഷാർത്ഥം തീവ്രമായി ചെയ്യേണ്ടതാണ്. ഡ്രാമയ്ക്ക് വിട്ടുകളയരുത്. തൻ്റെ ചാർട്ട് നോക്കിക്കൊണ്ടിരിക്കൂ, വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കൂ. നോട്ട് ചെയ്യൂ, നമ്മുടെ പാർട്ട് വർദ്ധിക്കുന്നുണ്ടോ, കുറഞ്ഞു വരുന്നില്ലല്ലോ. വളരെയധികം ജാഗ്രത ആവശ്യമാണ്. ഇവിടെ നിങ്ങൾക്ക് ബ്രാഹ്മണരുടെ സംഘമാണ്, പുറത്ത് എല്ലാം കുസംഗമാണ്. അവരെല്ലാം തലകീഴായതാണ് കേൾപ്പിക്കുന്നത്. ഇപ്പോൾ ബാബ നിങ്ങളെ കുസംഗത്തിൽ നിന്നും മാറ്റുകയാണ്. മനുഷ്യർ കുസംഗത്തിൽ വന്ന് തൻ്റെ ജീവിത രീതിയും തൻ്റെ വസ്ത്രധാരണവും മറ്റും എല്ലാം മാറ്റി ദേശവേഷം തന്നെ മാറ്റുന്നു. ഇതും തൻ്റെ ധർമ്മത്തെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെയാണ്. നോക്കൂ എങ്ങനെയെല്ലാമാണ് ഹെയർ സ്റ്റൈൽ ഉണ്ടാക്കുന്നത്. ദേഹാഭിമാനം ഉണ്ടാകുന്നു. കേവലം കേശാലങ്കാരത്തിന് വേണ്ടി മാത്രം 100 150 രൂപയോ നൽകുന്നു. ഇതിനെയാണ് അതിദേഹാഭിമാനം എന്ന് പറയുന്നത്. അവർക്ക് പിന്നെ ഒരിക്കലും ജ്ഞാനമെടുക്കുവാൻ സാധിക്കില്ല. ബാബ പറയുന്നു, തീർത്തും സിമ്പിളാകൂ. കൂടിയ സാരി ധരിക്കുന്നതിലൂടെയും ദേഹാഭിമാനം വരുന്നു. ദേഹാഭിമാനം ഇല്ലാതാക്കുന്നതിനായി എല്ലാം ലഘൂകരിക്കണം. നല്ല വസ്തു ദേഹാഭിമാനത്തിലേക്ക് കൊണ്ടുവരുന്നു. നിങ്ങൾ ഈ സമയം വനവാസത്തിലാണ്. ഓരോ വസ്തുവിനോടും മോഹം മാറ്റണം. വളരെ സാധാരണമായി കഴിയണം. വിവാഹത്തിനോ മറ്റോ വളരെ വർണ്ണങ്ങളുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞു പോയിക്കൊള്ളൂ. ബന്ധം നിറവേറ്റുന്നതിന് വേണ്ടി ധരിച്ചു, പിന്നെ വീട്ടിൽ ചെന്ന് മാറ്റി. നിങ്ങൾക്ക് വാണിക്ക് ഉപരി പോകേണ്ടതുണ്ട്. വാനപ്രസ്ഥികൾ വെള്ള വസ്ത്രം ധരിക്കും. നിങ്ങൾ ഓരോരുത്തരും, ചെറിയവരും വലിയവരും, എല്ലാവരും വാനപ്രസ്ഥികളാണ്. ചെറിയ കുട്ടികൾക്കും ശിവബാബയുടെ ഓർമ്മ വരുത്തണം. ഇതിൽ തന്നെയാണ് മംഗളമുള്ളത്. നമുക്കിപ്പോൾ ശിവബാബയുടെ അടുക്കിലേക്ക് പോകണം. ഇത്രമാത്രം. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സദാ ശ്രദ്ധയുണ്ടായിരിക്കണം. നമ്മുടെ ഒരു പെരുമാറ്റവും ദേഹാഭിമാനമുള്ളത് ആയിരിക്കരുത്. വളരെ സിമ്പിളായിരിക്കണം. ഒരു വസ്തുവിലും മമത്വം വയ്ക്കരുത്. കുസംഗത്തിൽ നിന്നും മോശമായ കൂട്ടുകെട്ടിൽ നിന്നും സ്വയം തന്നെ സംരക്ഷിക്കണം. ഓർമ്മയുടെ പ്രയത്നത്തിലൂടെ സർവ കർമ്മബന്ധനങ്ങളും സമാപ്തമാക്കി കർമാതീതമാകണം. ഏറ്റവും കുറഞ്ഞത് 8 മണിക്കൂർ ആത്മാഭിമാനി ആയിരുന്ന്
സത്യമായ ഈശ്വരീയ സേവകർ ആകണം. വരദാനം: വിശാല ബുദ്ധിയിലൂടെയും വിശാല ഹൃദയത്തിലൂടെയും തൻ്റേതാണെന്ന അനുഭൂതി ഉണ്ടാക്കിക്കുന്ന മാസ്റ്റർ രചയിതാവായി ഭവിക്കട്ടെ. മാസ്റ്റർ രചയിതാവിൻ്റെ ആദ്യത്തെ രചന ഈ ദേഹമാണ്. ആരാണോ ഈ ദേഹത്തിൻ്റെ അധികാരി സ്ഥിതിയിൽ സമ്പൂർണ്ണ സഫലത പ്രാപ്തമാക്കുന്നത്, അവർ തൻ്റെ സ്നേഹത്തിലൂടെയും സമ്പർക്കത്തിലൂടെയും സർവർക്കും തൻ്റേതാണെന്ന അനുഭവം ഉണ്ടാക്കിക്കുന്നു. ആ ആത്മാവിൻ്റെ സമ്പർക്കത്തിലൂടെ സുഖത്തിൻ്റെ ദാതാവിൻ്റെ സ്ഥിതിയുടെ ശാന്തി, സ്നേഹം, ആനന്ദം, സഹയോഗം, ധൈര്യം, ഉത്സാഹം, ഉന്മേഷം തുടങ്ങിയ ഏതെങ്കിലുമൊക്കെ വിശേഷതയുടെ അനുഭൂതി ഉണ്ടാകുന്നു. അവരെ തന്നെയാണ് വിശാല ബുദ്ധി, വിശാല ഹൃദയമുള്ളവർ എന്ന് പറയുന്നത്. സ്ലോഗൻ: ഉന്മേഷത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും ചിറകുകളിലൂടെ സദാ പറക്കുന്ന കലയുടെ അനുഭൂതി ചെയ്തുകൊണ്ടേയിരിക്കൂ. അവ്യക്ത സൂചന: സങ്കല്പങ്ങളുടെ ശക്തി ശേഖരിച്ച് ശ്രേഷ്ഠ സേവനത്തിന് നിമിത്തമാകൂ. സ്വയം തന്നെ ശ്രേഷ്ഠ സങ്കല്പങ്ങളാൽ സമ്പന്നമാക്കുന്നതിനായി ട്രസ്റ്റി ആയിരിക്കൂ. ട്രസ്റ്റി ആവുക എന്നാൽ ഡബിൾ ലൈറ്റ് ഫരിഷ്ത ആവുക എന്നർത്ഥം. ഇങ്ങനെയുള്ള കുട്ടികളുടെ ഓരോ ശ്രേഷ്ഠ സങ്കല്പവും സഫലമാകുന്നു. കുട്ടികളുടെ ഒരു ശ്രേഷ്ഠ സങ്കല്പത്തിന് 1000 ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെ ഫലം ബാബയിലൂടെ പ്രാപ്തമാകുന്നു. ഒന്നിന് 1000 മടങ്ങ് ലഭിക്കുന്നു. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. മസ്തകമധ്യത്തിൽ തിളങ്ങുന്ന പ്രകാശബിന്ദുവായ ആത്മാവിൽ മനസ്സും ബുദ്ധിയും സ്ഥിരമാക്കി പ്രിയപ്പെട്ട ബാബയെ ഏകാഗ്രതയോടെ ഓർമ്മിക്കുമ്പോൾ ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സ്നേഹത്തിൻ്റെ കിരണങ്ങൾ എനിക്ക് പ്രാപ്തമായി കൊണ്ടിരിക്കുന്നു. ഈശ്വരീയ സ്നേഹത്താൽ എൻ്റെ ഹൃദയം നിറയുന്നു. പരിധിയുള്ള മോഹമമത്വങ്ങൾ സാരരഹിതമാക്കുന്ന അനുഭവം വരുത്തുന്ന ഈ ഈശ്വരീയ സ്നേഹം എത്ര ഉയർന്നതും ദിവ്യവും തൃപ്തി നൽകുന്നതുമാണ്. സ്നേഹസാഗരത്തിൽ നിന്നും ഒരു തുള്ളി സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന അന്യ ആത്മാക്കൾക്ക് ഞാൻ ഈശ്വരീയ സ്നേഹം ദാനം ചെയ്യുകയാണ്. പ്രകൃതിയിലെ സൂര്യൻ പ്രകാശിലൂടെ അന്ധകാരത്തെ അകറ്റി വെളിച്ചം വരുത്തുന്നത് പോലെ ആ ആത്മാക്കൾക്ക് നൽകി അവരെയും ഈശ്വരീയ സ്നേഹത്താൽ തൃപ്ത ആത്മാവാക്കി മാറ്റുകയാണ്.